അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷതീ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വരൂ. കുറച്ച് സമയം വന്നിട്ട് പാട്ട് കേട്ട് ഇങ്ങനെ പുറത്തിരിക്കരുത്. ഇതൊക്കെ ഒന്ന് മൂളിപ്പോയതാണ്. അതെ അതെ. പ്ലീസ്. ഡോക്ടർ ചികിത്സയൊക്കെ നിർത്തി വെച്ചപ്പോൾ സംഗീതമായോ? അങ്ങനെയല്ല, രണ്ടും കൂടെ ഒന്നിച്ചാണല്ലോ നമ്മുടെ രീതി. ഇതെങ്ങനെയാണ് ഈ ചികിത്സയിൽ ഇത് ഉപയോഗിക്കുന്നത്? നമ്മൾ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കാം. അതിൽ ഫസ്റ്റ് ആദ്യമായി രോഗി കടന്നു വരുമ്പോൾ രോഗമായിട്ട് വരുന്ന അവർക്ക് കുറേ ആകാംക്ഷകളും കുറേ ഉത്കണ്ഠകളും കുറേ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ സംഗീതത്തിൻ്റെ ഒരു വാതാവരണം എന്ന് പറയുന്ന രൂപത്തിൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ കുറേ കൂടെ രോഗി ഒന്ന് കംഫർട്ടബിൾ ആവും. ഒരു ശാസ്ത്രീയമായ ചികിത്സ നമ്മൾ നൽകുമ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം സംഗീതം കൂടെ ഒരു ഉപചികിത്സാ വിധിയായിട്ട് നൽകുമ്പോൾ രോഗിയുടെ മനസ്സ് കുറേ കൂടെ പോസിറ്റീവ് ആവുകയും കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ചികിത്സയോട് പ്രതികരിക്കുകയും ചെയ്യും. ചികിത്സയ്ക്ക് വേണ്ടി സംഗീതം ഉപയോഗിക്കുമെന്ന് പറയാം, പക്ഷെ അത് എങ്ങനെ പ്രാക്ടിക്കലി അത് നമ്മൾക്ക് എങ്ങനെയാണ് അത് സാധ്യമാക്കിയെടുക്കാം? മ്യൂസിക് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന പോലെ ഒരു വേദന സംഹാരി ഔഷധം കൊടുക്കുന്ന പോലെ ഒരു രോഗിക്ക് ആവശ്യമുള്ള അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആകാവുന്ന സംഗീതം കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ആ മ്യൂസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനാണ് മ്യൂസിക് പ്രിസ്ക്രിപ്ഷൻ. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ല, അത് നമ്മൾ കടലാസിൽ എഴുതുന്നതല്ല. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളോട് പറയുമ്പോൾ യമൻ രാഗം അല്ലെങ്കിൽ കല്യാണി രാഗത്തിലൊരു പാട്ട് കേൾപ്പിക്കൂ, അല്ലെങ്കിൽ മോഹന രാഗത്തിലൊരു കീർത്തനം കേൾപ്പിക്കൂ, അല്ല അതിലൊരു ഫ്ലൂട്ടാണെങ്കിൽ നമ്മൾ ആ ഫ്ലൂട്ട് കേൾപ്പിക്കൂ, അങ്ങനെ പറയാൻ ചെയ്യാം. ഈ മ്യൂസിക് കൊടുക്കുന്നതിന് മുമ്പ് അയാളുടെ BP നോക്കാം, പൾസ് നോക്കാം, മറ്റേ അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം. അത് നോക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന ശേഷം മ്യൂസിക്കിന് ശേഷം 2-3 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മളെല്ലാം കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. മ്യൂസിക് അഡ്മിനിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഇൻഡിസസ് ഒക്കെ തന്നെ മാറുന്നുണ്ടോ നോക്കും. അപ്പോഴാണ് പോസിറ്റീവ് എന്ന് പറയാം. അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പൊതുവെ ജനങ്ങൾ സിനിമാ ഗാനങ്ങളിലൂടെ കേട്ട് പരിചയിച്ച പാട്ടുകളുണ്ട് രാഗങ്ങളിലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടല്ലോ. മോഹനം സരിക പദസ സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ സ്വർഗപുത്രീ നവരാത്രി. ഇത് മോനരാഗമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് രാഗങ്ങൾ. അങ്ങനെ ബിംബിലാസി രാഗമുണ്ട്, ആബേരി എന്ന് കർണാടകയിൽ പറയും. അങ്ങനെ കുറേ രാഗങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു പേഷ്യൻസിന് കേട്ട് പരിചയമുള്ളതുകൊണ്ട്, ആളുകൾ കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഗങ്ങൾ ഉപയോഗിച്ച് അവരെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോഴൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ഹീലിംഗ് ത്രൂ ഹാർമണി എന്നാണ് ഇത്തവണത്തെ ലോക സംഗീത ദിനത്തിൻ്റെ മുദ്രാവാക്യം. പക്ഷേ അത് 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴിക്കോട് നഗരത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ ആളാണ് ഡോക്ടർ മെഹറൂഫ് രാജ്. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.